ഏഞ്ചലിക് മൈൻഡ് കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് സ്വാഗതം. ഞാൻ സിനി ഡൊമിനിക്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ട്രെയിനർ ആൻഡ് ഫൗണ്ടർ ഓഫ് ഏഞ്ചലിക് മൈൻഡ് കൗൺസിലിംഗ് സെൻറ്റർ. ഏഞ്ചലിക് മൈൻഡ് കൗൺസിലിംഗ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് എനിക്കുണ്ടായ ആദ്യത്തെ ആ ഒരു സ്പാർക്ക്, അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ജൂനിയർ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം മാർക്ക് ലിസ്റ്റുമായിട്ട് ക്ലാസ്സിലേക്ക് റഷ് ചെയ്ത് കടന്നു വന്ന ഒരു സീനിയർ സ്റ്റുഡൻറ്റ് വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് എന്നെ കോളേജിൻ്റെ ഒരു കോർണറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ച് അങ്ങ് കരഞ്ഞു. ആ കുട്ടി ഷെയർ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഏഞ്ചലിക് മൈൻഡ് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ ആ ഒരു പ്രചോദനം. എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ കുട്ടിയുടെ മാരേജ് കഴിഞ്ഞിരുന്നു. വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒത്തിരി സ്വപ്നങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ആ ഭവനത്തിലെ മാരേജ് കഴിഞ്ഞ് ചെന്ന ആ ഭവനത്തിലെ ആ കുട്ടിക്ക് കിട്ടിയത് തളർത്തുന്ന വാക്കുകളും വേദനിപ്പിക്കുന്ന വ്യക്തികളെയും മാത്രമാണ്. വളരെയധികം മനസ്സ് വേദനിച്ച് ഇമോഷൻസ് വേണ്ട വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ഡിപ്രഷനിലേക്ക് തെന്നി വീണ ആ കുട്ടി സൂയിസൈഡിലേക്ക് കടന്നു ചെന്ന് നിന്നപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈശ്വരനെ ധ്യാനിച്ചു. പിന്നീട് ആ കുട്ടി എന്നോട് ഷെയർ ചെയ്തതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്. അവർ പറഞ്ഞത്, ലാസ്റ്റ് ഡേ ജനറൽ ക്ലാസ്സിലെ മാം ഷെയർ ചെയ്ത ആ ഒരു മെസ്സേജ് എൻ്റെ ചെവിയിലെ എക്കോ പോലെ പല പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ഞാൻ കേട്ടു. യു മെ നോട്ട് കൺട്രോൾ ദ ഇവൻറ്റ്സ് ഹാപ്പൻ ടു യുവർ ലൈഫ്, ബട്ട് യു ക്യാൻ ഡിസൈഡ് നോട്ട് ടു ബി റെഡ്യൂസ്ഡ് ബൈ ദം. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങളെ ഒരുപക്ഷെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ ഇതൊന്നും തന്നെ നിന്നെ തകർക്കുവാനോ ഇല്ലാതാക്കുവാനോ ചെറുതാക്കാനോ അനുവദിക്കുകയില്ല എന്ന് നിനക്ക് ഡിസൈഡ് ചെയ്യാം. അതിനുള്ള പവർ നിനക്കുണ്ട്. ഈ ഒരു സെൻറ്റൻസ് ആ കുട്ടിയുടെ ഉള്ളിലെ എക്കോ ആയിട്ട് കടന്നു വന്നു. ആ കുട്ടി പറഞ്ഞത്, ഉടനെ തന്നെ ഞാൻ ജീവനിലേക്ക്, പോസിറ്റിവിറ്റിയിലേക്ക് കടന്നു വന്നു എന്ന്. എൻ്റെ ജീവിതത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച, അഭിമാനിച്ച, അല്ലെങ്കിൽ ഏറെ ദൈവത്തിന് നന്ദി പറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. എൻ്റെ ഒരു വാക്ക് ഒരു വ്യക്തിയെ ജീവനിലേക്ക് അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കുന്നെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഫല്യം എന്ന് ഞാൻ കരുതുന്നു. ഏഞ്ചലിക് മൈൻഡ് ഇതാ നിങ്ങളെ പോസിറ്റിവിറ്റിയിലേക്കും നിങ്ങളുടെ ജീവിതം പടുത്തുയർത്തുന്നതിനും വേണ്ടി ഒരു ഹാൻഡ് ഹോൾഡ് തരികയാണ്. ഏഞ്ചലിക് മൈൻഡ് എന്നും എപ്പോഴും നിങ്ങളോടൊപ്പം.